ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ വാരഫലത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ഒരാഴ്ച നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് ഫലം, എങ്ങനെയൊക്കെയാണ് ദൈവികത കടാക്ഷിക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് 2025 മാർച്ച് 9 മുതൽ 15 തീയതി വരെ ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച രാത്രി വരെയുള്ള ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വാരഫലം ചെയ്യുന്നത് കബഡിയിൽ പ്രശ്നം വെച്ച് ഓരോ രാശിക്കാരുടെയും പ്രശ്നം വെച്ച് നോക്കി, 12 തവണ പ്രശ്നം വെച്ച് നോക്കി, ആ രാശിക്കാരുടെ ദൈവികത കാര്യങ്ങളും കബഡിയിൽ കണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാരഫലം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പം വാരഫലത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആദ്യമായി മേടം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഇവർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 3 നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള ദൈവികത കബഡിയിൽ തെളിഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്ത് കാര്യം ചെയ്താലും ആ ഒരു ദൈവികത, ആ ഒരു ഈശ്വര കടാക്ഷം കൂടെ തന്നെ ഉണ്ടാകും ഈ ഒരാഴ്ച. അവർക്ക് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു സമയം ഈ ഒരാഴ്ച. അങ്ങനെയുള്ള ശാരീരിക ക്ലേശങ്ങളൊക്കെ കാണിക്കുന്നു. ടെൻഷൻസ്, അനാവശ്യമായിട്ടുള്ള വർക്കിലുള്ള പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതൊന്നും പേടിക്കണ്ട. പൂർണ്ണമായി ദൈവിക കടാക്ഷം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഈ 3 നക്ഷത്ര ജാതകർക്ക് ഞാൻ കബഡിയിൽ ആ ഒരു അനുഗ്രഹം കാണുന്നുണ്ട്. അതുപോലെ വീട്ടില് ചെറിയ രീതിയിലുള്ള കലഹങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടറിഞ്ഞ്, ആ ഒരു പക്വതയോടുകൂടി കണ്ടറിഞ്ഞ് അങ്ങ് ക്ഷമിച്ച് വിടുകയാണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ശനിയുടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഈ ഒരാഴ്ച നിങ്ങളെ അലട്ടുകയില്ല. ശനി ഒരു അനുഗ്രഹഭാവം ഈ ഒരാഴ്ച നിങ്ങൾക്ക് അങ്ങനെ ക്ലേശങ്ങളൊന്നും ഉണ്ടാവാതെ മാറി നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് കബഡിയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. സഹോദരങ്ങൾക്ക് ദോഷം ഈ ഒരാഴ്ച കാണുന്നുണ്ട്. ഈ മേടം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾക്കുള്ള ചെറിയ രീതിയിലുള്ള ക്ലേശങ്ങളും കാര്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠന മികവോടുകൂടി നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു സരസ്വതി കടാക്ഷം ഈ ഒരാഴ്ച കാണുന്നതാണ്. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കുക. അപകടങ്ങൾ ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി അമിത വേഗത്തിലല്ലാതെ നല്ല രീതിയിൽ സൂക്ഷിച്ച് ഓടിക്കണം ഈ ഒരാഴ്ച. പ്രത്യേകിച്ച് നിങ്ങൾക്ക് രാഹുപരമായിട്ടുള്ള സർപ്പ ദോഷ വീക്ഷണം കാര്യങ്ങളൊക്കെ ഈ ഒരു കബഡിയിൽ എനിക്ക് ഈ ഒരു ദൈവികതയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം പറ്റുമെങ്കിൽ സന്ധ്യാസമയം രാഹു മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. ഭാഗ്യം ഈ ഒരാഴ്ച കുറഞ്ഞു നിൽക്കും നിങ്ങൾക്ക്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മേടം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ നല്ലൊരു ദൈവികത നിങ്ങൾക്ക് കാണുന്നുണ്ട്. അടുത്തത് ഇടവം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, അതുപോലെ രോഹിണി, മകയിരം ആദ്യ പകുതി ഇവർക്ക് ഈ ഒരാഴ്ച പരദേവതാ കടാക്ഷം നല്ല രീതിയിൽ ആർജിച്ചെടുക്കേണ്ട ഒരു സമയമാണ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പോകുക, അല്ലെങ്കിൽ സന്ധ്യാസമയം പരദേവത ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ ഒരു കുടുംബ ദേവതയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ മാറി നിൽക്കും. പ്രത്യേകിച്ച് നല്ല മംഗളകർമ്മങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കാൻ അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ പരദേവത കടാക്ഷത്തോടു കൂടി മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിന് വിഘ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
അതുപോലെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഒരു പൂർണ്ണതയിൽ എത്താതെ നിൽക്കുന്ന ഒരു സമയമായിരിക്കും അടുത്ത ഒരാഴ്ച. അതിന് ടെൻഷൻസ് ഒന്നും അടിക്കണ്ട. നിങ്ങൾ നല്ല രീതിയിൽ ദൈവഭക്തിയോടുകൂടി, പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, അതുപോലെ കുടുംബ ദേവിയെ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി നിൽക്കുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ആരോഗ്യപരമായിട്ടും അങ്ങനെ വലിയ ക്ലേശങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ഒരാഴ്ച കാണുന്നില്ല. ബാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്തതായി മിഥുനം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകയിരം അവസാന പകുതി, അതുപോലെ തിരുവാതിര ഉണർന്ന മുക്കാൽ ഭാഗം, ഇവർക്ക് ഈ ഒരാഴ്ച പിതൃ ദോഷ കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള ചെറിയ ദോഷങ്ങളൊക്കെ കവടിയിൽ കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് സ്മരിക്കുക. എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്കൊരു സ്ഥാനം, അവരെ ഒന്ന് സ്മരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, അതുപോലെ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. 3 തവണ ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരാഴ്ച ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നു. പിതൃ കടാക്ഷം ഒന്ന് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയാണ് ഈ ഒരാഴ്ച ഇതിനകത്ത് കവടിയിൽ കാണാൻ കഴിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പിതൃക്കളെ ഒന്ന് സ്മരിക്കുക. സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന സമയത്ത് ഒന്ന് സ്മരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ബാക്കി അങ്ങനെയുള്ള ക്ലേശങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എന്ത് കാര്യങ്ങൾ ചെയ്താലും, ഇപ്പം പുതിയതായിട്ട് ജോലിക്ക് പ്രവേശിക്കാൻ പോകുന്നവരാണെങ്കിൽ, അതുപോലെ മംഗളകർമ്മങ്ങൾ എന്തെങ്കിലും വീട്ടിൽ നടക്കാൻ പോവുകയാണെങ്കിൽ, അതുപോലെ പുതിയ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പിതൃ ഒരു കടാക്ഷത്തോടു കൂടി പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതാണ് മിഥുനം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച എനിക്ക് കവടിയിൽ കണ്ട കാര്യം. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉണർദം അവസാന കാൽഭാഗം, അതുപോലെ പൂയം ആയില്യം, ഈ 3 നക്ഷത്ര ജാതകർക്ക് നയന സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങളൊക്കെ ഈ ഒരാഴ്ച ഈ ഒരാഴ്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ അലസത, ക്ഷീണം, പ്രത്യേകിച്ച് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനുള്ള ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ, അങ്ങനെയുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് അങ്ങനെ കാര്യമാക്കണ്ട. ദൈവികതയോടുകൂടി നല്ല പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുക. അങ്ങനെ അല്ലാതുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ അതല്ലെങ്കിൽ വർക്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം പ്രാർത്ഥന കൊണ്ട് മാത്രം മുൻപോട്ട് പോവുക. പ്രാർത്ഥിച്ചാൽ മാറാത്തതായിട്ടുള്ള യാതൊരു ക്ലേശങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ സഹോദരങ്ങൾക്ക് ദോഷം കാണിക്കുന്നുണ്ട്. ഈ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾക്കുള്ള ദോഷം കവടിയിൽ കാണാൻ കഴിഞ്ഞു. അതുപോലെ വീട് പുതിയ പണിയുന്നവർക്കൊക്കെ, കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതിനുള്ള ഫിനാൻസ് കാര്യങ്ങളൊക്കെ, പണമിടപാടുകളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റിയ ഒരാഴ്ചയാണ് ഇനി വരാൻ പോകുന്നത്. പുതിയതായിട്ട് വാഹനം എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് അടുത്ത ഒരാഴ്ച. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാമ്പത്യപരമായിട്ട് ചെറിയ വഴക്കിടാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പം അത് കണ്ടറിഞ്ഞ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആക്കി വിടുക. ഒന്നും കാര്യമായി എടുക്കരുത്. ചെറിയ രീതിയിലുള്ള വഴക്കുകളൊക്കെ അതൊന്ന് ജസ്റ്റ് കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ അതങ്ങ് കണ്ണടച്ചു വിടുക. അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സം ചെറിയ രീതിയിൽ നിങ്ങളെ ഈ ഒരാഴ്ച ഫേസ് ചെയ്തേക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥന കൊണ്ട് ഒരു പരിധിവരെ അതിനെ നമുക്ക് മറികടക്കാൻ സഹായിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വ്യാഴ ഗ്രഹത്തിന്റെ ഒരു കടാക്ഷം ഉള്ളത് കൊണ്ട് അങ്ങനെ ജോലിയിൽ പൂർണ്ണമായ അങ്ങനെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവത്തില്ല. ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ കാര്യങ്ങളും അത് കാര്യമാക്കേണ്ടതില്ല. അടുത്തതായി ചിങ്ങം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം കാൽഭാഗം, ഇവർക്ക് സ്ത്രീകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ അടുത്ത ഒരാഴ്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ
ശത്രുക്കൾ പുതിയ സുഹൃത്തുക്കൾ പോലും ശത്രുക്കളാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആർക്കും കണ്ണടച്ച് കടം കൊടുക്കാതിരിക്കുക. പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ വിദൂരമായിരിക്കും. പിന്നെ അത് ശത്രുതയിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഈ ഒരാഴ്ച പറ്റുമെങ്കിൽ കടം കൊടുക്കാതെ ഒന്ന് മുൻപോട്ട് പോവുക. ആര് ചോദിച്ചാലും പണം കടം കൊടുക്കരുത്, അത് ശത്രുതയിലേക്ക് കലാശിക്കും. അതുപോലെ ദാമ്പത്യപരമായിട്ട് നല്ല സമയമാണ്. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഓർഗനൈസ് ചെയ്ത് മുൻപോട്ട് പോകാൻ ഒരു ദൈവികത കാണുന്നുണ്ട്. വിഷ്ണു ഭഗവാന്റെ കൃപ, ആ ഒരു അനുഗ്രഹം ഈ ചിങ്ങം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കുണ്ട്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടും അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടാവുന്നതാണ്. അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ നല്ല സമയം. അവർക്ക് നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കടാക്ഷിച്ച് നിൽക്കുന്നു. ഇതൊക്കെയാണ് ചിങ്ങം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. അടുത്തത് കന്നി കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ. ഈ ജാതകരായ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അതുപോലെ അത്തം ചിത്തിര പകുതി, ഇവർക്ക് മാതാവിന് ചെറിയ രീതിയിലുള്ള ക്ലേശങ്ങൾ, മനക്ലേശം, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള മടി, പ്രത്യേകിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനുള്ള ആ ഒരു അലസത കാര്യങ്ങളൊക്കെ, അതൊക്കെ സരസ്വതി ദേവിയെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സന്ധ്യാസമയത്തൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് രാവിലെ കുളിച്ചതിന് ശേഷം സരസ്വതി മന്ത്രം കാര്യങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അലസതകൾ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ശിവ പഞ്ചാക്ഷരം ഈ ഒരാഴ്ച 108 തവണ വെച്ച് സന്ധ്യാസമയം വിളക്ക് തെളിയിച്ച് ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും നിങ്ങളെ അലട്ടുകയില്ല. കുടുംബ ദേവിയെ, ദേവതയെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക. വിളക്ക് തെളിയിക്കുന്ന സമയത്തൊന്ന് മനസ്സിൽ ധ്യാനിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ കുഴപ്പമില്ലാതെ പോകുന്ന ഒരാഴ്ചയായിരിക്കും ഈ കന്നി കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അടുത്തതായി തുലാം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം, ഇവർക്ക് ഫാമിലിയില് കുടുംബപരമായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ ശാന്തമായ ഒരു സാഹചര്യമായിരിക്കും ഈ ഒരാഴ്ച വരാൻ പോകുന്നത്. വിവാഹ കാര്യങ്ങളൊക്കെ മുടങ്ങി നിന്നവർക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ വന്നു ചേരാൻ ഉള്ള ഭാഗ്യം ലഭിക്കുന്നു. അതുപോലെ ഷഷ്ടി വ്രതം എടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വളരെ നല്ല ഒരു സുബ്രഹ്മണ്യ ഭഗവാന്റെ പൂർണ്ണമായ ഒരു അനുഗ്രഹം ഈ ഒരാഴ്ച നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ പോവുകയാണെങ്കിലും വളരെ ശ്രേഷ്ഠമാണ്. ആ ഒരു ഭഗവാന്റെ, സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു അനുഗ്രഹം, നല്ല രീതിയിലുള്ള അനുഗ്രഹം കുടുംബപരമായിട്ട് നിങ്ങളെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ നല്ല ഒരു ഫാമിലി ലൈഫ് ഓർഗനൈസ് ചെയ്ത് പോകാൻ സഹായകരമാകുന്നു. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. സനൽകുമാരായ വിദ്മഹേ ശതനനായ ധീമഹി തന്നോ സ്കന്ധഃ പ്രചോദയ, ദിവസവും ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഈ ആഴ്ച നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെ ഈ ആഴ്ച വളരെ ശാന്തമായ ഒരു ആഴ്ചയാകും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്നവർക്ക് അങ്ങനെയുള്ള നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും വരാതെ സൂക്ഷിച്ചോടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള തടസ്സം ഈ ആഴ്ച കുറച്ച് കാണിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കാണുന്നുണ്ട്. അത് മാറണമെങ്കിൽ രാഹു മന്ത്രം ജപിക്കുക ഈ ഒരാഴ്ച. കാരണം രാഹുവിന്റെ ആ ഒരു സാന്നിധ്യ കുറവാണ്, ആ ഒരു കടാക്ഷ കുറവാണ് കവടിയിൽ കാണിക്കുന്നത്. അതായത് അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. രാഹു മന്ത്രം ജപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങളും കാര്യങ്ങളും എല്ലാം മാറുന്നതാണ്. പഠന നിലവാരം മെച്ചപ്പെടാം. അങ്ങനെയുള്ള തടസ്സങ്ങൾ രാഹുവിന്റെ ഒരു തടസ്സം കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ ബുധൻ ശുക്രൻ നല്ല ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട്
ഐശ്വര്യം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കടാക്ഷിച്ചു നിൽക്കുന്നു. സമ്പൽ സമൃദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇതാണ് തുലാം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കുള്ളത്. അടുത്തായി വൃശ്ചികം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച എങ്ങനെയാണ് വരാൻ പോകുന്നത്? വൃശ്ചികം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഇവർക്ക് ഈ ഒരാഴ്ച ജോലിയിൽ ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള സമയമാണ് വരുന്നത്. അപ്പം ചിലവുകൾ കൈവിട്ടുള്ള ചിലവുകളായിരിക്കും ഈ ഒരാഴ്ച നിങ്ങളെ ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ കേതുവിന്റെ ഒരു ദോഷം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഗണപതി ഭഗവാന് ഒരു ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ഒന്ന് അമ്പലത്തിൽ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കുന്നു. കുടുംബത്ത് നല്ല രീതിയിലുള്ള സമാധാനം ഈ ഒരാഴ്ച നിലനിൽക്കുന്നതാണ്. ദാമ്പത്യം, ഭാര്യ ഭർത്താക്കന്മാർ നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഈ ഒരു വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. പ്രത്യേകിച്ച് ഫാമിലിയിൽ വഴക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നു ഈ നക്ഷത്ര ജാതകർക്ക്, ഈ വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു. അതായത് വിശാഖം അവസാന മുക്കാൽ ഭാഗം, അനിഴം, തൃക്കേട്ടക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ കാര്യങ്ങൾ കാണിക്കുന്നു. ഭാഗ്യം, ഗുരുപ്രീതി, അതുപോലെ പിതൃ സംബന്ധമായിട്ടുള്ള കടാക്ഷം കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പിതാവിൽ നിന്ന് ധനം കിട്ടാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാവുന്നു. അടുത്തതായി ധനു കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം, ഇവർക്ക് അടുത്ത ഒരാഴ്ച പണം ഇടപാടുകൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ഒരു കൂറിൽ പറഞ്ഞ പോലെ ആർക്കും കടം കൊടുക്കരുത്. കടം കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റിക്കപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ വീട്ടില് പെറ്റ്സിനെ വളർത്തുന്നവർ സൂക്ഷിക്കുക. അവർക്ക് അങ്ങനെയുള്ള പെറ്റ്സിന് സംബന്ധമായിട്ടുള്ള മനോവിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നാലുകാലുള്ള പെറ്റ്സ് അങ്ങനെയുള്ള അവർ അതിന്റെ ഒരു വിയോഗം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം പെറ്റ്സിനെ വളർത്തുന്നവർക്ക് ഈ അടുത്ത ഒരാഴ്ച വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ആഴ്ചയാണ്. വേറെ ക്ലേശങ്ങൾ കാര്യങ്ങളൊന്നും അവർക്ക് കാണിക്കുന്നില്ല. പിന്നെ ശത്രുക്കൾ, പുതിയതായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു മിതത്വത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ബന്ധുക്കൾ പോലും ശത്രുതയിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഫാമിലി ലൈഫൊക്കെ വളരെ നല്ല രീതിയിൽ നല്ലൊരു ഓർഗനൈസ്ഡ് ഫാമിലി ലൈഫ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് അടുത്ത ഒരാഴ്ച. ബോർഡ് എക്സാം കാര്യങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയമാണ് ഒരാഴ്ച കാലഘട്ടത്തിൽ. നിങ്ങൾക്ക് സരസ്വതി കടാക്ഷം പൂർണ്ണമായും കിട്ടുന്ന, അതുപോലെ കുടുംബ ദേവത പരദേവത കടാക്ഷവും കൂടുതലായി ആ ഒരു കടാക്ഷത്തോടു കൂടി നല്ല രീതിയിൽ പഠിക്കാനുള്ള മികവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കല്യാണ ആലോചനകൾ ഒക്കെ നടക്കുന്നവർക്ക് നല്ല സമയമാണ്. നല്ല ആലോചനകളൊക്കെ വന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രപ്പോസൽസ് ഒക്കെ വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുന്നു. പിതാവിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ പിതാവിന് അങ്ങനെയുള്ള ചെറിയ ആരോഗ്യ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ പോലും അത് കാര്യമായി തന്നെ എടുക്കുക. അടുത്തത് മകരം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, അതുപോലെ തിരുവോണം, അവിട്ടം പകുതി, ഇവർക്ക് പരദേവത കടാക്ഷം തീർച്ചയായും നേടി എടുക്കേണ്ട ഒരു സമയമാണ് അടുത്ത ഒരാഴ്ച. എന്ത് കാര്യങ്ങൾ ചെയ്താലും ഞാൻ നേരത്തെ ഒരു കൂറിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പരദേവതയെ നമ്മൾ പൂർണ്ണമായും, കുടുംബദേവതയെ പൂർണ്ണമായും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എന്ത് കാര്യങ്ങൾ ചെയ്യാനും. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ, പാല് കാച്ച്, കുട്ടിയുടെ ചോറൂണ്, അല്ലെങ്കിൽ 28 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരദേവതയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കുക. ആ ഒരു പ്രാർത്ഥന കൊണ്ട് നല്ല രീതിയിൽ മുൻപോട്ട് പോവുക. അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ചിലവ് നല്ല രീതിയിൽ കൂടി നിൽക്കാനുള്ള ഒരു സമയമാണ് മകരം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അടുത്ത ഒരാഴ്ച നല്ല രീതിയിലുള്ള ചിലവുകൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവുകൾ കാണിക്കുന്നു. എന്ത് കാര്യത്തിലും തടസ്സം കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ മകരക്കൂറുകാർക്ക് മാർച്ച് 29 ശനി മാറ്റം സംഭവിക്കുന്നതോടുകൂടി 7.5 ശനിയുടെ
പൂർണ്ണമായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് എല്ലാം മാറുന്നതാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 7.5 ശനി മാറി ഇവർക്ക് ശനി പൂർണ്ണമായ ഒരു അനുഗ്രഹ സ്ഥാനത്തേക്ക് വരാൻ പോവുകയാണ്. അപ്പം അവർക്ക് പക്ഷേ ഈ അടുത്ത ഒരാഴ്ചക്കാലം ഉള്ള ക്ലേശമേ ഉള്ളൂ. അതിനുശേഷം വളരെ നല്ല സമയമാണ് ഈ മകരക്കൂറുകാർക്ക് വരാനുള്ളത്. അടുത്തത് കുംഭം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അവിട്ടം അവസാന പകുതി, അതുപോലെ ചതയം പൂരുരുട്ടാതി മുക്കാൽ ഭാഗം, ഇവർക്ക് ദാമ്പത്യപരമായിട്ടുള്ള വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം പരമാവധി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അങ്ങനെയുള്ള വഴക്കുകളൊക്കെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ വളരെ നല്ല ഒരു ആഴ്ചയായിരിക്കും നിങ്ങൾക്ക്. അടുത്തൊരു ഒരാഴ്ച നല്ല സമയമായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ശനി അനുഗ്രഹ ഭാവത്തിൽ ഈ ഒരാഴ്ച നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നു. കാരണം ശനി ആ ഒരു ക്ഷേത്രം സ്വക്ഷേത്രത്തിൽ നിന്നുകൊണ്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കുടുംബ കാവ് ഒക്കെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് പോയി തൊഴുക, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഗരാജ, നാഗേക്ഷി, അങ്ങനെ ഒരു സർപ്പ പ്രീതി മന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള ക്ലേശങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ജോലിയിലുള്ള തടസ്സം ഇത് ഉണ്ടാവാനുള്ള സാധ്യത, അതുപോലെ കൈവിട്ടുള്ള ചിലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അവസാനമായി മീനം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി, ഇവർക്ക് കല്യാണം ഒക്കെ പുതിയതായിട്ട് ആലോചിക്കുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ്. നല്ല ബന്ധങ്ങളൊക്കെ വന്ന് ചേരാനുള്ള ഒരു സമയം കൂടിയാണ് കാണിക്കുന്നത്. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഈ ഒരാഴ്ച കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് ഉള്ള ദോഷം കാണിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടില്ല എന്നടിക്കില്ല, അത് കാര്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ദാമ്പത്യപരമായിട്ട് യാതൊരു ക്ലേശങ്ങളും ഉണ്ടാകത്തില്ല. നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ നാഗപ്രീതി നേടി മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല സമയമാണ്. പുതിയതായിട്ട് ജോലി കിട്ടാനുള്ള സമയം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചിലവുകൾ, ഞാൻ നേരത്തെ ഒരു കൂറിൽ പറഞ്ഞ പോലെ കൈവിട്ടുള്ള ചിലവുകളായിരിക്കും, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവുകളായിരിക്കും വരാൻ പോകുന്നത്. അതൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് ഒന്ന് ഉൾക്കൊണ്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ലൊരു ബഡ്ജറ്റോട് കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല സമയമാക്കി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ബാക്കി അല്ലാതുള്ള ക്ലേശങ്ങളൊന്നുമില്ല. ബിസിനസ് പരമായിട്ട്, ബിസിനസ്സിൽ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഇത്രയാണ് അടുത്ത ഒരാഴ്ചത്തേക്കുള്ള നക്ഷത്ര ജാതകരുടെ ഫലം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.